നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ചാർട്ടേഴ്സ് വിമാനത്തിൽ ടിക്കറ്റ് ശരിയാക്കാമെന്ന വാഗ്ദാനം നൽകി തട്ടിപ്പ്. ചതിയിൽ വീണ ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് വലിയ രീതിയിലുള്ള പണമാണ് നഷ്ടമായത്. ഇന്ത്യയിൽ ആഭ്യന്തര വിമാന സർവീസുകൾ തുടങ്ങിയതിന്റെ മറവിൽ ഗൾഫിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിൽ എത്തിക്കാമെന്ന വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തുന്ന നിരവധി സംഘങ്ങളാണ് രംഗത്തുള്ളത്. ഇന്ത്യയിലേക്ക് ചാർട്ടേഴ്സ് വിമാന സർവീസുകൾ ആരംഭിക്കാൻ പോകുന്നുവെന്നും അതിലേക്ക് ടിക്കറ്റ് ശരിപ്പെടുത്തി തരാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇതിനകം ഒരുപാട് പേർ തട്ടിപ്പിന് ഇരയായതോടുകൂടി പരാതിയുമായി ഇന്ത്യൻ കോൺസുലേറ്റ് തന്നെ രംഗത്തെത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ചാർട്ടേഡ് വിമാനങ്ങളിൽ സീറ്റ് ഉറപ്പിക്കുന്നതിനായി വലിയ തുക തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. മുൻകൂറായി ഇവർ പലരിൽ നിന്ന് പണം തട്ടിയെടുത്തു കഴിഞ്ഞു. എന്നാൽ ചാർട്ടേഡ് വിമാനങ്ങൾ ഓടിക്കുന്നതിനെ പറ്റി ഒരു തീരുമാനവും ആയിട്ടില്ലെന്നാണ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ നിലപാട്. ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നടന്നു വരുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ തീരുമാനമാകുമ്പോൾ അറിയിക്കാമെന്ന് കോൺസുലേറ്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. UAE-യിലെ ചില സംഘവും ട്രാവൽ ഏജൻസികളുമാണ് തട്ടിപ്പിന് പിന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ഇവർക്ക് ചാർട്ടേഡ് വിമാന സർവീസുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ഇവർ വിചാരിച്ചാൽ ടിക്കറ്റ് ലഭിക്കാനുള്ള സാധ്യതയും ഇല്ല. കോവിഡിന്റെ മറവിൽ പാവപ്പെട്ട പ്രവാസികളിൽ നിന്ന് പണം തട്ടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതിയെന്ന് കാത്തിരിക്കുന്നവരാണ് ഇവരുടെ ചതിയിൽ വീഴുന്നത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ മറ്റൊരു വസ്തുത. ഇന്ത്യയിൽ ഇന്നു മുതൽ ആഭ്യന്തര വിമാന സർവീസ് തുടങ്ങിയത് ചൂണ്ടിക്കാട്ടിയാണ് തട്ടിപ്പുകാർ ആൾക്കാരെ വിശ്വസിപ്പിക്കുന്നത്. ചാർട്ടേഡ് വിമാനങ്ങളിൽ നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്കാണ് സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാണ് പണം തട്ടുന്നത്. പണം വാങ്ങി മുങ്ങുകയാണ് ഇവർ ചെയ്യുന്നത്. എന്തായാലും ഏറെ സങ്കടകരമാണ് തന്നെയാണ് ഈ വാർത്ത. കാരണം എങ്ങനെയെങ്കിലും നാട്ടിലെത്തുക എന്ന ഏക ഉദ്ദേശത്തോടുകൂടി ഇത്തരക്കാർ പെട്ടെന്ന് പണം വരണം, ഇപ്പോൾ സീറ്റുകൾ ബുക്കായി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല, ആകെ 5-6 ആളുകൾക്ക് മാത്രമേ ഇത്തരമൊരു വിമാനത്തിൽ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ, അതുകൊണ്ട് ആദ്യം പണം തന്നാൽ ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ഇത്രയാണ് പണം, അതായത് 20,000 രൂപയാണ് ചോദിക്കുന്നതെങ്കിൽ 30,000 രൂപ തന്നാൽ വേറെ ആളുകൾക്ക് ടിക്കറ്റ് കൊടുക്കും. അത്തരത്തിൽ നിരവധി കൺഫ്യൂഷനുകളാക്കി എത്രയും പെട്ടെന്ന് പണം ചോദിക്കുമ്പോൾ ആളുകൾ അറിയാതെ പണം നൽകുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും വിധത്തിൽ നാട്ടിലെത്തുക എന്നുള്ള ഏക ലക്ഷ്യത്തോടുകൂടി ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തുമ്പോൾ ഒരുപക്ഷെ വലിയ പ്രതിസന്ധിയിലാവുകയാണ് നാട്ടിലെത്തുവാൻ ആഗ്രഹിക്കുന്ന മലയാളികൾ. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.